നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു തർക്കം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മുഖ്യമന്ത്രി കോവിഡ് സമയത്തും പ്രളയ സമയത്തും ദൈനംദിന അടിസ്ഥാനത്തിൽ പത്രക്കാരെ കണ്ട് പ്രസംഗം വിളിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട വർത്തമാന മുഖ്യമന്ത്രി എല്ലാ ആഴ്ചയും വിളിക്കുന്നു. നമ്മുടെ ദേശീയ നേതാക്കൾ മാധ്യമങ്ങളിൽ തന്നെ കാണുന്നില്ല, കോവിഡ് സമയത്തും കാണില്ല, ഒരു സമയത്തും കാണുന്നതാണ് വേറൊരു ചർച്ചയുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കേരളത്തിലെ പ്രശ്നം തന്നെ ആ ജനാധിപത്യത്തെക്കുറിച്ചാണ്, എങ്ങനെയാണ് മാധ്യമങ്ങളെ ഭരണാധികാരികൾ സമീപിക്കുന്നതിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചയാണ്. അതില്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ മാധ്യമങ്ങളെ കാണുന്നതിൽ അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കാര്യം കഴിഞ്ഞ മുഖ്യമന്ത്രി ഈ പ്രളയ സമയത്തും കോവിഡ് സമയത്തും, പ്രത്യേകിച്ച് കോവിഡ് സമയത്തും പ്രളയ സമയത്തും ഒക്കെ തന്നെ മാധ്യമങ്ങൾ വഴി ജനങ്ങൾ അഡ്രസ്സ് ചെയ്ത് വലിയ സമാശ്വാസകരമായ കാര്യമാണ്. കാര്യം ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് ബന്ധപ്പെട്ട് അത് ഓരോ സ്ഥലത്തെയും ഡീറ്റെയിൽസ് പറയുമ്പോൾ അതൊരു സ്വാഭാവികമായിട്ടും സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. കാര്യം ഒരു ആശ്വാസകരമാണ്. അതിൻ്റെ അപ്ഡേഷൻ നൽകാൻ പറ്റും. ഗവർണൻസുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് കാര്യങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അത് പ്രധാനപ്പെട്ട കാര്യം നിശ്ചയിക്കുന്നില്ല. പക്ഷേ അതേസമയം അദ്ദേഹം ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്താൻ വിമുഖനായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിൽ ഞാൻ ക്യാബിനറ്റ് ബ്രീഫിംഗ് അല്ല, ഒരു അക്ഷരം ഞാൻ മാധ്യമങ്ങളെ കണ്ടും വേണ്ടില്ല, എനിക്കറിയില്ല ഇവർക്കെല്ലാം എന്താണെന്ന്. കാര്യം ഈ അടിയന്തര ഒരു എമർജൻസി സിറ്റുവേഷനിൽ സംസാരിക്കേണ്ടി വരും, ചിലപ്പോൾ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടി വരും. എന്തിനാ ഇത്ര ഇങ്ങനെയൊക്കെ വല്ല പിടിവാശിയുണ്ട് ലോകത്ത്? ഗവർണൻസ് ലോകത്ത് എങ്ങനെ പിടിവാശിയുണ്ട്? ചിലപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, ആ സമയത്ത് ചിലപ്പോൾ മാധ്യമങ്ങൾ അഡ്രസ് ചെയ്യേണ്ടി വരും, ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ പക്ഷേ ഇതിൽ നേരത്തെ ശ്രീകുമാർ പറഞ്ഞ പോലെ കാര്യം ഡീസെൻട്രലൈസ് ചെയ്താൽ ഒരു വ്യക്തിയെ കേന്ദ്രീകരിക്കുന്നില്ല. നിങ്ങളുടെ അവിടെ PCR സംസാരിച്ച് അതാണ് കയറി വരുന്നത്, എന്നാലും ഞാൻ പറയാം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നൊരു കാര്യം നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഡീസെൻട്രലൈസ് ചെയ്യുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിർബന്ധിതനാണ്. നമ്മളോട് ഉത്തരവാദിത്തപ്പെട്ട ആൾ ഏതാത് വിഷയങ്ങൾ എല്ലാ ദിവസവും വന്ന് നമ്മളോട് പറയാൻ ബാധ്യതയുണ്ട്. പക്ഷേ 2018 ചുമതലപ്പെട്ട മന്ത്രിമാർ അത് ബ്രീഫ് ചെയ്യുന്നുണ്ട് ദിവസവും. ഈ മുഖ്യമന്ത്രി തന്നെ പറയണം എന്തിനാണ് പിടിവാശി പിടിക്കുന്നത് എന്നാണ് ശ്രീകുമാർ ചോദിച്ചത്. അതെ, തീർച്ചയായും നമ്മുടെ നമ്മൾ അതിന് ഡെഫിനിറ്റ് ടൈമിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പല നമ്മൾ ഈ കോവിഡ് കാലത്താണെങ്കിൽ പ്രളയ സമയത്താണെങ്കിൽ അന്ന് പല ആൾക്കാരും സംസാരിച്ചു. പക്ഷേ അതിന് ഏകീകൃതമായിട്ടൊരു കോർഡിനേറ്ററായിട്ട് ആൾ ഒരു സെൻട്രൽ പോയിന്റ് പറയുന്നതും പല ആൾക്കാർ പല അഭിപ്രായം പറയുന്ന വ്യത്യാസമുണ്ട് അതിൻ്റെ അകത്ത്. നമുക്കറിയാം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൻ്റെ അകത്ത് ശൈല ടീച്ചറായാലും ആദ്യം നടത്തി, പിന്നീട് അതൊക്കെ രാഷ്ട്രീയ വിവാദങ്ങളെ ബന്ധപ്പെട്ട കാര്യം. ഇതിൻ്റെ അകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം 2018 താരതമ്യം ശരിയല്ല. കാരണം 2018 പ്രളയ സാഹചര്യം അല്ല നിലവിലുള്ളത്. അതുപോലെ കോവിഡ് സാഹചര്യമായിട്ട് ആലോചിക്കുന്ന കാര്യമല്ല. ഈ കേരളത്തിലെ പിണറായി സർക്കാർ ആദ്യം നേരിട്ട ദുരന്തം ഈ പ്രളയമല്ല കേട്ടോ, ഓക്കിയാണ്. ഓക്കി സമയത്ത് മുഖ്യമന്ത്രി അവിടെ മത്സ്യത്തൊഴിലാളിയുടെ അടുത്ത് പോയത് ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ച വിഷ്വൽസ് നിങ്ങളുടെ അടുത്തുണ്ടാവും. കാര്യം ആ സമയത്ത് സർക്കാരിനെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം മത്സ്യത്തൊഴിലാളി മേഖലയിൽ കാര്യക്ഷമമായ പ്രവർത്തനത്തില്ല. ഓക്കി ദുരന്തമാണ് 2016 വന്ന അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി ഒരു വക്കീൽ ഈ ഫേസ്ബുക്കിലൊക്കെ എഴുതുന്ന കക്ഷി എനിക്ക് പറഞ്ഞു ഓർമ്മയുണ്ട്. അദ്ദേഹം വാർ റൂമിലിരുന്ന് ആ റൂമിലിരുന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പിന്നീട് അഭിപ്രായമൊക്കെ മാറ്റി ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഒരു വക്താവായി നടക്കുന്നതായി മനസ്സിലാകും. പക്ഷെ അങ്ങനെ ആൾ അഭിപ്രായം പറഞ്ഞ് രേഖപ്പെടുത്തും. പിന്നീട് കോവിഡ് അങ്ങനെ നിരവധി ദുരന്തങ്ങൾ നമ്മൾ നേരിട്ടു. പക്ഷെ എന്നിട്ടും അതിലൊരു കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനം, അലർട്ട് ജനങ്ങൾക്ക് നൽകുന്നതിൽ വീഴ്ചയുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് ആരുടെ പരാജയമാണ് ശ്രീ ദാമോദർ പ്രസാദ്? അവിടെ ഒരു ഗവർണൻസിൻ്റെ ഭാഗത്തൊരു ക്രൈസിസ് ഉണ്ട്. ഒപ്പം തന്നെ നമ്മളൊരു കാര്യം നോക്കണേ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെല്ല് ആ കാലത്തും ഈ കാലത്തും നയിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥൻ തന്നെയാണ്, ഓരോ ഉദ്യോഗസ്ഥ വൃന്ദം തന്നെയാണ് തലപ്പത്തിരിക്കുന്നത്. അവരുടെയും കൂടി അതും കൂടി പിൻ പോയിന്റ് ചെയ്യണം. ഞാൻ മനസ്സിലാക്കുന്ന ഡോക്ടർ ശേഖർ കുര്യാക്കോസ് തന്നെയാണ് അന്നും ഇന്നും അതിന് നേതൃത്വം കൊടുക്കുന്നത്.